പിണറായി മന്ത്രിസഭയിലേക്ക് പുതിയ മന്ത്രിയായി എം.പി. രാജേഷിന് പകരം എൻ ഷംസീർ സ്പീക്കറാകും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. എം.വി. ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെക്കും. വിവരങ്ങളുമായി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണിയിലേക്ക് കടക്കാതെ തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ചില സൂചനകൾ ശരിയാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് എൻ ഷംസീർ സ്പീക്കർ സ്ഥാനത്തേക്കും സ്പീക്കർ ആയിരുന്ന എം.പി. രാജേഷ് പിണറായി മന്ത്രിസഭയിലെ പുതിയ മന്ത്രിയായി ചുമതലയേൽക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും സജി ചെറിയാന് പകരം മന്ത്രി ഉടൻ ഉണ്ടാകില്ല എന്നറിയുന്നു. വളരെ വിപുലമായൊരു അഴിച്ചുപണിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ള ഒരു സൂചനകൾ കൂടിയാണ് CPM സെക്രട്ടേറിയറ്റ് തീരുമാനം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. ഏത് വകുപ്പിലേക്കായിരിക്കും എം.പി. രാജേഷ് ഏറ്റെടുക്കുക എന്നുള്ളതും ഇനി അറിയാനിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പുറപ്പെടുവിക്കുന്ന പത്രക്കുറിപ്പിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. എം.വി. ഗോവിന്ദൻ രാജിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് പകരമായി എം.പി. രാജേഷിനെ പുതിയ മന്ത്രിയായി നിയമിക്കുന്നു എന്നാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന. എം.പി. രാജേഷ് സ്പീക്കർ സ്ഥാനം ഒഴിയുമ്പോൾ എൻ ഷംസീർ MLA സ്പീക്കർ സ്ഥാനത്തേക്ക് കടന്നു വരികയും ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പെല്ലാം അടുത്തുവരുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരുടെ ശൈലി അടക്കം ഉള്ള കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. മന്ത്രി സഭയിൽ പുനഃസംഘടന ഉണ്ടാകുമെന്നെല്ലാം നേരത്തെ തന്നെ സൂചനകളും വാർത്തകളും എല്ലാം വന്നതാണ്. വലിയ അഴിച്ചുപണിയിലേക്ക് കടക്കുന്നില്ലെങ്കിലും എം.പി. രാജേഷിന് നൽകുന്ന വകുപ്പ് ഏതാണ് എന്നുള്ളത് പ്രധാനമാണ്. അതനുസരിച്ചുകൂടി കൂടുതൽ വകുപ്പുകളിൽ അഴിച്ചുപണി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമാകാനുണ്ട്. കാരണം വിദ്യാഭ്യാസ വകുപ്പായിരിക്കുമോ എം.പി. രാജേഷിന് എന്നുള്ളൊരു വിലയിരുത്തലുകൾ നേരത്തെ വന്നതാണ്. അങ്ങനെ ഉള്ള ഒരു തീരുമാനത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ, അതായത് രാജിവെച്ച എം.വി. ഗോവിന്ദന്റെ വകുപ്പിന് പകരം എം.പി. രാജേഷ് വിദ്യാഭ്യാസ വകുപ്പാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ അത് സംബന്ധിച്ചുള്ള മറ്റ് തീരുമാനങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്നെല്ലാം ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരും. ഏതായാലും ഇപ്പോൾ അറിയുന്ന വിവരങ്ങളിൽ എം.വി. ഗോവിന്ദൻ രാജിവെച്ചിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ എം.വി. ഗോവിന്ദൻ രാജിവെച്ചിരിക്കുന്നു. പിണറായി മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തിന് പകരം എം.പി. രാജേഷ്. വി അരുൺ തിരുവനന്തപുരത്തും ചേരുന്നു. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് എം.പി. ഗോവിന്ദന് പകരം മന്ത്രിയാകുന്നു. ഷംസീർ രാജേഷിന് പകരം സ്പീക്കർ സ്ഥാനത്തേക്ക്. മറ്റ് അഴിച്ചുപണികളിലേക്ക് കടക്കാതെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തീരുമാനം എം.പി. രാജേഷ് തന്നെ പിണറായി മന്ത്രിസഭയിലെ പുതിയ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാകുന്നു. വി അരുണാണ് വിവരങ്ങൾ അദ്ദേഹത്തിലേക്ക് അരുണിലേക്ക് എത്താം. CPM സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയാണ് ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന വാർത്ത. ഇതുവരെ ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് സജി ചെറിയാന് പകരം മന്ത്രി ഉടൻ ഉണ്ടാകില്ല എന്നറിയുന്നു. കൂടുതൽ മന്ത്രിമാരെ വകുപ്പുകളിൽ അഴിച്ചുപണി ഉണ്ടായേക്കുമെന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഉറ്റുനോക്കുന്ന ചില വകുപ്പുകളുണ്ട്. ചില വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്ന ചില വകുപ്പുകളുണ്ട്. അതിൽ അഴിച്ചുപണി ഉണ്ടാകുമോ, ആ വകുപ്പുകൾ വെച്ചുമാറുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമോ എന്നെല്ലാം വരും മണിക്കൂറുകളിലെ അറിയാൻ കഴിയുള്ളൂ. മറ്റ് പുതിയ പേരുകൾ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എൻ ഷംസീറിൻ്റെ പേരാണ്. കണ്ണൂരിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവായിരിക്കുമോ എം.വി. ഗോവിന്ദന് പകരം മന്ത്രിസഭയിലേക്ക് എത്തുക എന്നുള്ള ഒരു വിലയിരുത്തൽ ഇതിനു മുൻപുണ്ടായിരുന്നു. ഷംസീർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്പീക്കർ സ്ഥാനത്തേക്കാണ്. എം.പി. രാജേഷ് അദ്ദേഹം ഇത്തവണ മന്ത്രിസഭ അധികാരമേറ്റ സമയത്ത് തന്നെ സുപ്രധാന വകുപ്പുകളുടെ ചുമതല ഏറ്റെടുക്കുമെന്ന് കരുതിയിരുന്നതാണ്. സ്പീക്കർ സ്ഥാനത്തേക്ക് കടന്നു വരികയായിരുന്നു എം.പി. രാജേഷ്. അദ്ദേഹം മന്ത്രിയാകുമെന്ന് വ്യക്തമായിരിക്കുന്നു. എം.വി. ഗോവിന്ദൻ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു. എൻ ഷംസീർ സ്പീക്കറാകാൻ ഉള്ള തീരുമാനവും എടുത്തിരിക്കുന്നു. കൂടുതൽ സഭാ പുനഃസംഘടന വലിയ രീതിയിൽ ഉണ്ടാകുന്നില്ല ഈ നിമിഷത്തിൽ. ഏതായാലും പുറത്തു വരുന്ന വാർത്ത അങ്ങനെ തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയും ആ രീതിയിൽ തന്നെയാണ്. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണി ഇല്ലാതെ എം.പി. രാജേഷ് തന്റെ പിണറായി മന്ത്രിസഭയിലെ പുതിയ മന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണോ?
അപർണ, സംസ്ഥാന സെക്രട്ടറി യോഗം അവസാനിച്ചിരിക്കുന്നു. നേതാക്കൾ ഇപ്പോൾ ഓരോരുത്തരായി പുറത്തേക്ക് വരികയാണ്. സജി ചിരനടക്കമുള്ള നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി അംഗം സജി ചിരനടക്കമുള്ള നേതാക്കൾ പുറത്തേക്ക് വരികയാണ്. മന്ത്രിസഭയിൽ ഒരു മാറ്റം എന്തായാലും ഉണ്ടായിരിക്കുന്നു. എം പി രാജേഷ് സ്പീക്കർ പദവിയിൽ നിന്ന് ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് വരികയാണ്. CPM-ന്റെ യുവ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. പാലക്കാട് നിന്ന് 2 തവണ പാർലമെന്റിലെത്തിയ നേതാവാണ്. പാർലമെന്റ് രംഗത്ത്, അതായത് ഇന്ത്യൻ പാർലമെന്റിൽ വളരെ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച നേതാക്കളുടെ MP-മാരുടെ ഗണത്തിലാണ് MP രാജേഷ് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം പരാജയപ്പെട്ടു. അവിടുന്ന് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ CPM, അദ്ദേഹം തൃത്താല പോലുള്ള പാർട്ടിയുടെ CPM-ന്റെ ഏറ്റവും വലിയ കോട്ടയായിരുന്നൊരു മണ്ഡലം, പക്ഷേ 2 തവണ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ MP രാജേഷ് നിയോഗിക്കുകയായിരുന്നു. ആ പരീക്ഷണം, ആ നീക്കം വിജയം കണ്ടു. അപ്പോഴും MP രാജേഷ് മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന സൂചനകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്പീക്കറാക്കാനാണ് CPM തീരുമാനമെടുത്തത്. ഇപ്പോൾ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ പ്രവർത്തനം പൊതുവിൽ മോശമെന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അത്തരം വിലയിരുത്തൽ സംസ്ഥാന സമിതിയിലുണ്ടായി. അതുകൊണ്ട് മന്ത്രിസഭയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണം. സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം, രാഷ്ട്രീയ ശത്രുക്കളുടെ ആക്രമണം തുടങ്ങി വരുമ്പോൾ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിക്കൊപ്പം കരുത്തരായ നേതാക്കൾ വേണം. അത്തരം നേതാക്കളുടെ കുറവ് മന്ത്രിസഭയിലുണ്ടെന്ന പൊതു വിലയിരുത്തലുണ്ട്. നിയമസഭയിൽ പോലും വലിയ ആക്രമണങ്ങൾ വരുമ്പോൾ സർക്കാരിനെ പ്രതിരോധിക്കുന്നത്, പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങളെ ചെറുക്കുന്നത് പ്രധാനമായും P. രാജീവ് എന്ന ഒറ്റ നേതാവിൽ ഒതുങ്ങിപ്പോകുന്നു. അതുപോരാ, അവിടെ സർക്കാരിനെ പ്രതിരോധിക്കാൻ, സർക്കാർ വാദങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ ഒരു നേതാവ് കൂടി വേണം. അത്തരമൊരു മികച്ച പാർലമെന്ററി പരിചയമുള്ള ഒരു നേതാവ് കൂടി വേണം. അത്തരമൊരു അന്വേഷണമാണ് ഇപ്പോൾ MP രാജേഷിൽ വന്ന് എത്തി നിൽക്കുന്നത്. അത് CPM-ന് ആ രീതിയിൽ പാർലമെന്റ് രംഗത്ത് മികച്ച പ്രതിച്ഛായയുള്ള, മികച്ച നേതാവെന്ന പ്രതിച്ഛായയുള്ള ആളാണ് MP രാജേഷ്. ആ പ്രതിച്ഛായയാണ് ഇപ്പോൾ CPM ഉപയോഗപ്പെടുത്തുന്നത്. ആ ഒരു പരിചയമാണ്, ഭരണ പരിചയമാണ്. മന്ത്രി എന്നല്ല ആദ്യമാണെങ്കിൽ പോലും SFI-യുടെ സംഘടന അഖിലേന്ത്യാ അധ്യക്ഷ പദവിയിൽ, അതുപോലെ DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ്. 2 തവണ MP ആയ ആളാണ്. ഇപ്പോൾ MLA ആയ ശേഷവും സ്പീക്കർ എന്നതിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു MP രാജേഷ്. ആ പ്രാഗൽഭ്യം ഇപ്പോൾ മന്ത്രിസഭയിൽ കൊണ്ടുവരികയാണ് CPM ചെയ്തിരിക്കുന്നത്. മറുഭാഗത്ത് AN ഷംസീറും SFI-യുടെയും DYFI-യുടെയും ഒക്കെ സംസ്ഥാന നേതാവായിരുന്ന ആളാണ്. കണ്ണൂരിൽ നിന്നുള്ള 2ാം തവണ MLA ആകുന്ന നേതാവാണ്. മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാൾ, യുവ നേതാക്കളിൽ ഒരാൾ, കോടിയേരിയുടെ വാത്സല്യ ഭാജനം എന്ന് തന്നെ പറയാം AN ഷംസീറിനെ. അത്തരമൊരു നേതാവ് കഴിഞ്ഞ തവണ തന്നെ ഈ മന്ത്രിസഭ വരുമ്പോൾ തന്നെ മന്ത്രിസഭയിലേക്ക് എത്തുമെന്നത് വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഇപ്പോൾ പകരം ഷംസീറിനെ ഈ ഇത്തരമൊരു MP ഗോവിന്ദൻ അവിടെ നിന്ന് മാറേണ്ടി വരുമ്പോൾ, മന്ത്രിസ്ഥാനത്ത് മാറേണ്ടി വരുമ്പോൾ, അവിടെ കണ്ണൂരിൽ നിന്ന് പകരം ഒരു മന്ത്രിയെ കൊണ്ടുവരുന്നതിന് പകരം ഒരു സ്പീക്കർ പദവി, വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ് CPM-നെ സംബന്ധിച്ചുള്ള സ്പീക്കർ എന്നത്. വളരെ പ്രഗത്ഭരായ നിരവധി സ്പീക്കർമാർ CPM കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ആ ഗണത്തിലേക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന നേതാവ് തലയിൽ കൂടിയാകണം ഒരുപക്ഷെ ഷംസീറിനെ ഇതിലേക്ക് CPM പരിഗണിക്കുന്നത്, ഷംസീറിനെ അതിലേക്ക് CPM കൊണ്ടുവരുന്നത്. സഭയിൽ ഏറ്റവും അധികം ഇടപെടുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് എപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞാൽ അതിലെ ഒന്നാമന്റെ പേര് ഷംസീർ തന്നെയാണ്. പലപ്പോഴും സ്പീക്കർക്ക് പോലും ഇടപെട്ട് ശാസിക്കേണ്ടി വന്നിട്ടുള്ള നേതാവ് കൂടിയാണ് ഷംസീർ. അത്തരം ഒരാളാണ് ഇനി സഭ നിയന്ത്രിക്കാൻ പോകുന്നത്. ഷംസീറിന്റെ സംഘടനാ രംഗത്തെ പ്രാഗൽഭ്യം, അദ്ദേഹത്തെ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവൊക്കെ CPM സ്വാഭാവികം പരിഗണിച്ചു കാണണം. അതുകൊണ്ടാണ് ഇത്തരം ഒരു വളരെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഷംസീറിനെ കൊണ്ടുവരുന്നത്. സഭാനാഥനായി AN ഷംസീർ വരുമ്പോൾ MP രാജേഷ് ആ പദവിയിൽ നിന്ന് താഴേക്കിറങ്ങിയും മന്ത്രി കസേരയിലേക്ക് വരുമ്പോൾ സഭയിലും അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകാം. ഏത് രീതിയിലാണ് സഭയിൽ ആ മാറ്റം ഉണ്ടാകുന്ന കാര്യത്തിൽ കണ്ടറിയണം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇപ്പോൾ CPM കൈക്കൊണ്ടിരിക്കുന്നത്. ക്യാബിനറ്റ് ശക്തിപ്പെടുത്തുകയാണ് ഇതിലൂടെ. MP ഗോവിന്ദൻ വളരെ പ്രധാനപ്പെട്ട നേതാവായിരുന്നെങ്കിൽ കൂടിയും മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അത്രത്തോളം മികച്ചതെന്നു എന്ന കാര്യത്തിലൊക്കെ വലിയ വ്യത്യസ്ത അഭിപ്രായം CPM-നുണ്ട്. പക്ഷേ MP രാജേഷിനെ പോലെ പക്വമതിയായ MP രാജേഷിനെ പോലെ കൃത്യമായി കാര്യങ്ങൾ ഇടപെടുന്ന, എല്ലാ തലങ്ങളിലും പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് ഇപ്പോൾ മന്ത്രി പദവിയിലേക്ക് CPM കൊണ്ടുവരുന്നത്. അത് പ്രധാനമായും ഇത്തരമൊരു ഏത് വകുപ്പുകളിലേക്കുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും വകുപ്പുകൾ തീരുമാനിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയുടെ അവകാശമില്ല. മുഖ്യമന്ത്രിയുടെ അധികാരമാണ്, അതിന്റെ അവകാശമാണ് വകുപ്പുകൾ തീരുമാനിച്ച മന്ത്രിമാർക്ക് നൽകുക എന്നുള്ളത്. അത് പിന്നീട് ഗവർണർ അറിയിച്ച ശേഷം വിജ്ഞാപനമായി പുറത്തിറങ്ങുമ്പോഴായിരിക്കും മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമുണ്ടാകും. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നിരിക്കണം. ഏതായാലും 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ MP ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്നു. അരുൺ തിരികത്തെ പാലക്കാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ MP രാജേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. സ്പീക്കറായുള്ള മന്ത്രിയിലേക്കുള്ള മാറ്റമാണ് ഇപ്പോൾ നിങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പത്രക്കുറിപ്പ് കാണിച്ചപ്പോഴാണ് ഞാനും അത് അറിയുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റ് എടുത്തിട്ടുള്ള തീരുമാനം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ വേറൊരു ചുമതല നിശ്ചയിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് ഇതുപോലെ നിശ്ചയിച്ചിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ചുമതലകളും കഴിവിൻ്റെ പരമാവധി നിറവേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചുമതലയും നിറവേറ്റാൻ ശ്രമിക്കും. ഒരു സ്പീക്കറുടെ ഈ ഒരു നമ്മളിപ്പോൾ സ്പീക്കറിൽ നിന്ന് മാറുകയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനത്തെയും ഒക്കെ നോക്കിക്കണ്ട് പുതിയൊരു മാറ്റത്തൊക്കെ എങ്ങനെയാണ് കാണുന്നത്? സ്പീക്കർ എന്ന നിലയിൽ കഴിഞ്ഞ ഒരു 15-16 മാസത്തെ പ്രവർത്തനം നടത്താനുള്ള അവസരമാണ് കിട്ടിയത്. അത് വളരെ ബലപ്പെട്ടൊരു അനുഭവമായിട്ടാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് വളരെ വലിയ പാരമ്പര്യമുള്ള ചരിത്രമുള്ള കേരള നിയമസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആ പാരമ്പര്യത്തോട് നീതി പുലർത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിലയിരുത്തേണ്ടത് ഞാനല്ല, അത് മറ്റുള്ളവരാണ് അത് വിലയിരുത്തേണ്ടത്. കേരള നിയമസഭ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നിയമസഭകളിലൊന്നാണ്. ഈ കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യൻ പാർലമെൻറ്റ് സമ്മേളിച്ചതിനേക്കാൾ കൂടുതൽ ദിവസം കേരള നിയമസഭ സമ്മേളിക്കുകയുണ്ടായി. 61 ദിവസം സമ്മേളിച്ച, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്മേളിച്ച നിയമസഭ. സംസ്ഥാന നിയമസഭകളെക്കാൾ മാത്രമല്ല, പാർലമെൻറ്റിനേക്കാൾ കൂടുതൽ. നിയമനിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ അവധാനത പുലർത്തുന്ന നിയമസഭയാണ് കേരള നിയമസഭ. ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ സമ്മേളനവും ആ നിയമസഭാ സമ്മേളനത്തിലെ ചർച്ചകളുടെ, സംവാദങ്ങളുടെ നിലവാരവും ഉള്ളടക്കവും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. അപ്പം അങ്ങനെ ഒരു സഭയുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വിലപ്പെട്ട അനുഭവം തന്നെയാണ്. ഇപ്പോൾ രാഷ്ട്രീയം ഈ സ്പീക്കറായ സമയത്തുള്ള ഒരു മക്കളുടെയെങ്കിലും ഒരു വിഷമം, രാഷ്ട്രീയ പ്രവർത്തനത്തിലൊരു ചെറിയൊരു കുറവ് വരും, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും പഴയ പോലെ ഇടപെടാൻ പറ്റില്ലാണ്. ഇപ്പോൾ വീണ്ടും മന്ത്രിയോട് ആ ഒരു പ്രശ്നം കൂടെ മാറിയിരിക്കും. സ്പീക്കറായിരിക്കുമ്പോഴും ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, കക്ഷി രാഷ്ട്രീയത്തിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവില്ല, പക്ഷേ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയം മാത്രമല്ലല്ലോ. അപ്പോൾ അതിനു മുമ്പ് അങ്ങനെ ഇടപെട്ടിട്ടുള്ളതാണ്. ഈ ഒരു കാര്യം, ഇപ്പം ഈ മന്ത്രിസഭയെക്കുറിച്ച് ഈ ചില വിമർശനങ്ങൾ ഉയർന്നു എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. ഇനിയിപ്പം അത്തരം ഒരു പ്രതിച്ഛായ മാറ്റം കൂടിയായിട്ടാണ്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഞാൻ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാനില്ല. ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തന്ന ഈ പത്രക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയുടെ പത്രക്കുറിപ്പ് ഔദ്യോഗികമായിട്ട് ഇറങ്ങിയെന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരു കാര്യം കൂടി, ഇപ്പം അങ്ങ് സ്പീക്കറായിരുന്ന സമയത്ത് വളരെ രസകരമായിട്ട് സംഭവം നടന്നത്, ഇപ്പോൾ ഷംസീർ വീണ്ടും സ്പീക്കറാകാൻ പോകുന്നു. അപ്പം ഈ ഷംസീറും താങ്കൾ ഉപദേശിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതേ ഷംസീർ വീണ്ടും സ്പീക്കറാകുകയാണ്. അപ്പോൾ ഷംസീറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? അല്ല, അദ്ദേഹത്തിന് ഇനി എന്നെ ഉപദേശിക്കാനുള്ള അവസരം കിട്ടുകയാണ്. ചെയറിലിരിക്കുന്ന നിലയിൽ ഇടപെടേണ്ടി വരും. അത് ഞാനാണെങ്കിലും അദ്ദേഹമാണെങ്കിലും മറ്റൊരാളാണെങ്കിലും അങ്ങനെ ഇടപെടേണ്ടി വരും. നമ്മൾ വ്യത്യസ്ത ചുമതലകൾ നിർവഹിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലാണല്ലോ നിർവഹിക്കുക. എല്ലാ ചുമതലയും ഒരേപോലെ നിർവഹിക്കാൻ പറ്റില്ല. സ്പീക്കർക്ക് സ്പീക്കറുടെ ചുമതല ആ രീതിയിലേ നിർവഹിക്കാൻ പറ്റൂ. ഒരു MLAക്ക് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹം നിർവഹിക്കുക. അത്രയുള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊടുത്തിരുന്ന ഒരു തിരുവനന്തപുരത്തേക്ക് ഞാൻ എന്തായാലും തിരുവനന്തപുരത്ത് നാളെ എത്താൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇതുകൊണ്ടല്ല, ഞാൻ ഇന്നെനിക്ക് വളരെ അത്യാവശ്യമുള്ളൊരു വ്യക്തിപരമായ കാര്യത്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. തിരുവനന്തപുരത്ത് നാളെ എത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്നലെ ചെന്നൈയിൽ പോയിരുന്നു. ഇപ്പോൾ മുൻ സെക്രട്ടറി കോടിയേരിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പോയി എന്നാണോ? അല്ല, കാരണം എനിക്ക് അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോകുന്ന സമയം ബാക്കി എല്ലാവർക്കും പോകാൻ പറ്റി. എനിക്കന്ന് നിയമസഭ നടക്കുന്ന സമയമായതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. സഭ നിർത്തി പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്കന്ന് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടാണ് സഭ തീർന്ന ഉടൻ ഇന്നലെ തന്നെ പോയത്. അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. നിയമസഭാ സമ്മേളനത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് ഇനിയൊരു കുടുംബ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടതാണ്. പാർട്ടിയുടെ എന്തെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്? നിങ്ങൾ കാണിച്ചു തന്ന ഔദ്യോഗിക പത്രക്കുറിപ്പ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതൊന്നും എനിക്ക് അത് പാർട്ടി പത്രക്കുറിപ്പിൽ ഇപ്പം നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ അറിവ് മാത്രമേ എനിക്കുള്ളൂ. വകുപ്പ് ഏതായാലും അല്ല, അത് പിന്നീട് നോക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊന്നും പറയാനില്ല കൂടുതലൊന്നും. ശരി. നിയുക്ത മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം
പാലക്കാട് നിന്ന് കണ്ടത്. തത്സമയത്തിൽ അപ്രതീക്ഷിതമായിരുന്നു. പാർട്ടി ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾ വഴിയാണ് അദ്ദേഹം അറിഞ്ഞിരിക്കുന്നത്. ഈ CPM സംസ്ഥാന സെക്രട്ടറി എന്നെ വാർത്താക്കുറിപ്പിലൂടെ താൻ അറിഞ്ഞ വാർത്തയാണ്. വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലും ഒന്നും അതെല്ലാം ഇനി വരുന്ന സമയത്ത് സംസാരിക്കാമല്ലോ എന്ന് കൂടിയാണ് MP രാജേഷ് പാർട്ടി തന്നെ ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലയും എങ്ങനെയാണോ സ്പീക്കർ പദവിയിലേക്ക് പാർട്ടി ഏൽപ്പിച്ചത് അതുപോലെ തന്നെ മന്ത്രിസ്ഥാനത്തേക്കും താൻ പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലകളും നിർവഹിക്കും എന്ന് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. MP രാജേഷ് നാളെ തിരുവനന്തപുരത്തെത്തും എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. വീണ്ടും ഒരിക്കൽ കൂടി VV അരുൺ തിരുവനന്തപുരത്തും ചേരുമ്പോൾ അരുൺ, ഈ വകുപ്പ് സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും MP ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്ന തദ്ദേശവും എക്സൈസും അതേ വകുപ്പുകളിലേക്ക് തന്നെ MP രാജേഷ് കടന്നുവരും, അങ്ങനെയാണോ കരുതേണ്ടത്? അതോ വകുപ്പുകളിൽ മറ്റേതെങ്കിലും അഴിച്ചുപണി ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, അതിപ്പോഴും അത്തരം സൂചനകൾ ബാക്കി നിൽക്കുന്നുണ്ടോ? വകുപ്പുകളുടെ കാര്യത്തിൽ ഇനിയും ഏതായാലും വകുപ്പുകൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ MP ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്നു. അത് ആ വകുപ്പുകൾ അതേപടി MP രാജേഷ് നൽകാനുള്ള സാധ്യത കുറവെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ വകുപ്പുകളുടെ കാര്യത്തിൽ ക്രമീകരണം ഉണ്ടാകാനുള്ള എല്ലാ അരുണിലേക്ക് വരാം. ഇതുവരെ അറിയാൻ കഴിഞ്ഞത് ഒരു പക്ഷേ വകുപ്പുകളിൽ മാറ്റം ഉണ്ടായേക്കും. തദ്ദേശവും എക്സൈസുമായിരുന്നു MP ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്നത്. അതേ വകുപ്പുകൾ തന്നെ MP രാജേഷ് ഏറ്റെടുക്കുമോ അതോ വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും? മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതും വീണ്ടും മന്ത്രിസഭാ പുനഃസംഘടനയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള ചില വ്യത്യാസങ്ങൾക്ക് ഇടവരുത്തുമോ എന്നുള്ളത് വിവരം തുടരാം. അപർണ, വകുപ്പുകളുടെ കാര്യത്തിൽ പൂർണ്ണമായും MP ഗോവിന്ദൻ കൈകാര്യം ചെയ്ത വകുപ്പുകൾ അതേപടി MP രാജ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. എക്സൈസ് തദ്ദേശ വകുപ്പുകളായിരുന്നു MP ഗോവിന്ദൻ പിണറായി മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്തിരുന്നത്. അത് സാധാരണഗതിയിൽ എക്സൈസ് വകുപ്പ് CPM-ന്റെ പ്രധാനപ്പെട്ട മുതിർന്ന മന്ത്രിമാർക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൈകാര്യം ചെയ്ത വകുപ്പാണ്. PK ഗുരുദാസനും അതിനുശേഷം TP രാമകൃഷ്ണനും ഒക്കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ എക്സൈസ് വകുപ്പ് MP രാജ് നൽകാനുള്ള സാധ്യത കുറവെന്ന് വേണം അനുമാനിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ വകുപ്പുകളുടെ കാര്യത്തിൽ പുനഃക്രമീകരണം ഉണ്ടാകും. വകുപ്പുകൾ വച്ചുമാറാനുള്ള സാധ്യതയുണ്ട്. തദ്ദേശ വകുപ്പ് K രാധാകൃഷ്ണൻ നൽകിയേക്കുമെന്ന സൂചനകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അദ്ദേഹം ഇപ്പോൾ ദേവസ്വവും പട്ടികജാതി പട്ടികശാല വകുപ്പുകളാണ് K രാധാകൃഷ്ണൻ, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരുപക്ഷെ തദ്ദേശ വകുപ്പ് അദ്ദേഹത്തിന് നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. വിദ്യാഭ്യാസ വകുപ്പ് V ശിവൻകുട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള സാധ്യതയും പറഞ്ഞു കേട്ടതാണ്. ഏതായാലും അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. അത് CPM സംസ്ഥാന സെക്രട്ടറി ഇത് സംബന്ധിച്ച വ്യക്തമായ ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഔദ്യോഗിക പ്രഖ്യാപനമായി നടത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. മുഖ്യമന്ത്രി തീരുമാനമെടുത്താലും പിന്നീട് ഗവർണറുടെ അനുമതിയോടെ വിജ്ഞാപനമായി പുറത്തിറങ്ങുമ്പോൾ മാത്രമേ വകുപ്പുകളുടെ പുനഃക്രമീകരണം, വകുപ്പുകൾ നിശ്ചയിച്ചുള്ള തീരുമാനം ഔദ്യോഗികമാകൂ. ഒരുപക്ഷെ അതുവരെ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു കുറച്ചുകൂടി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും വകുപ്പുകളിൽ ഒരു മാറ്റമുണ്ടാകേണ്ട സാധ്യത തന്നെയാണ് കൂടുതൽ. വകുപ്പുകളുടെ പുനഃക്രമീകരണം ഉണ്ടാകും. അത് ഏതൊക്കെ വകുപ്പുകളാണ് ആർക്കൊക്കെയാണ് നൽകുന്നത് വച്ചുമാറുന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത കൈവരേണ്ടിയിരിക്കുന്നു. CPM-ന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അക്കാര്യം പരാമർശിക്കാത്തതിന് കാരണം അത് CPM-ന്റെ പാർട്ടിക്കുള്ള അധികാരമല്ല, മുഖ്യമന്ത്രിക്കാണ് അത്തരത്തിൽ വകുപ്പുകൾ തീരുമാനിക്കാറുണ്ട്. മന്ത്രിമാർക്ക്, തന്റെ ക്യാബിനറ്റിലെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ നൽകണമെന്ന് തീരുമാനിക്കേണ്ട അധികാരവും അവകാശവും മുഖ്യമന്ത്രിക്കാണ്. അത്തരത്തിൽ മുഖ്യമന്ത്രി തീരുമാനിച്ച് അത് ഗവർണർ അറിയിക്കും. അവിടെ നിന്ന് വിജ്ഞാപനമായി പിന്നീട് പുറത്തു വരികയും ചെയ്യേണ്ട കാര്യമാണ് വകുപ്പുകളുടെ ക്രമീകരണം. സ്വാഭാവികമായും ഈ MP രാജേഷ് മന്ത്രിസഭയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു പുനഃക്രമീകരണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അരുൺ, MP രാജേഷ് MP ഗോവിന്ദന് പകരം മന്ത്രിസഭയിലേക്ക് വരിക, സ്വാഭാവികമായും കണ്ണൂരിന് ഒരു മന്ത്രിയെ നഷ്ടപ്പെടുമെന്നൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഷംസീറിന്റെ പേര് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക, ആ രീതിയിലായിരുന്നു മന്ത്രി K ബാലഗോപാലൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ. KN ബാലഗോപാലായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. വകുപ്പുകൾ സംബന്ധിച്ചാണ് കുറച്ചുകൂടെ വ്യക്തത വരാനുള്ളത്. അത് CPM-ന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു തീരുമാനമെടുക്കേണ്ട വിഷയമായതുകൊണ്ട് അതിലുണ്ടാകുന്ന തീരുമാനം സംബന്ധിച്ച് നീണ്ടുപോകുന്നു എന്നുകൂടിയാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയും KN ബാലഗോപാലിന്റെ ഭാഗത്തു നിന്ന്. അരുൺ,
വകുപ്പുകൾ സംബന്ധിച്ചും ഒപ്പം മറ്റ് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം കെ എൻ ബാലഗോപാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ ഷംസീർ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഒരു മന്ത്രി എം വി ഗോവിന്ദൻ മാറുമ്പോൾ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വരികയും ഷംസീറിന്റെ പേര് പരിഗണിക്കപ്പെടുകയും ആ രീതിയിലായിരുന്നു. മറ്റു പേരുകൾ എന്തെങ്കിലും സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ ഉണ്ടായിരുന്നോ? തീർച്ചയായും ഷംസീർ CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. DYFIയുടെയും SFIയുടെയും ഒക്കെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന ആളാണ്. കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട യുവജന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഷംസീർ നേരത്തെ തന്നെയും രണ്ടാം പിണറായി സർക്കാർ രൂപീകരണ സമയത്ത് തന്നെ ഷംസീർ മന്ത്രിയാകുന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല. പകരം എം വി ഗോവിന്ദനെ പോലുള്ള മുതിർന്ന നേതാക്കളാണ് അവിടെ നിന്ന് മന്ത്രിസഭയിലേക്ക് വന്നത്. ഇപ്പോൾ അത്തരത്തിൽ എം വി ഗോവിന്ദൻ അവിടെ നിന്ന് ഒഴിയുമ്പോൾ കണ്ണൂരിന് ഒരു പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം സ്വാഭാവികമായും ഉയർന്നു വരും. അങ്ങനെ CPM പരിഗണിക്കുമ്പോൾ ഷംസീറിനെ പരിഗണിച്ചത് മന്ത്രിയായിട്ടല്ല, പകരം സ്പീക്കറായാണ്. ഷംസീർ എന്ന് പറയുമ്പോൾ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഏറ്റവും വാത്സല്യം നേടിയിട്ടുള്ള യുവ നേതാക്കളിൽ ഒരാളാണ്. കോടിയേരിയുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്ന യുവജന നേതാവാണ്. ഷംസീറിനെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കണമെന്ന അഭിപ്രായം നേരത്തെയും ഉയർന്നു വന്നതാണ്. പക്ഷേ അന്ന് അദ്ദേഹത്തെ അതിനെ പരിഗണിച്ചില്ല. പകരം അദ്ദേഹത്തെക്കാൾ സംഘടനാ രംഗത്ത് ജൂനിയറായ പലരും പ്രധാന പദവികളിലേക്ക് വരുമ്പോഴും ഷംസീറിനെ മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ചർച്ചകൾ വ്യാപകമായിരുന്നു. ഏതായാലും ആ പരാതി ഇപ്പോൾ CPM അവസാനിപ്പിക്കുകയാണ്. അരുൺ, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷണമായ ശ്രീ ജോർജ് പൊടിപ്പാറ നമുക്കൊപ്പം. ശ്രീ ജോർജ് പൊടിപ്പാറ, സ്പീക്കർ ആയിരുന്ന എം പി രാജേഷ് പിണറായി മന്ത്രിസഭയിലെ പുതിയ മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എം വി ഗോവിന്ദന് പകരം. ഒപ്പം AN ഷംസീർ തലശ്ശേരി MLA സ്പീക്കർ സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നു. മന്ത്രിസഭ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു അഴിച്ചുപണി ഉണ്ടായില്ലെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രധാന മാറ്റങ്ങൾ എങ്ങനെ കാണുന്നു താങ്കൾ? തീർച്ചയായിട്ടും ഇത് അപ്രതീക്ഷിതം എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ തന്നെ ഏതാണ്ട് ആ രീതിയിലുള്ള ഊഹാപോഹങ്ങൾ അങ്ങനെയുള്ള കണക്കുകൂട്ടുള്ള രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ടായിരുന്നു. എം പി രാജേഷ് സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് വളരെ മികച്ച പെർഫോമൻസ് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആയിരുന്നത്. സ്വാഭാവികമായിട്ടും മന്ത്രി എന്നുള്ള നിലയ്ക്കും അത്തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയാകും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. CPM-ന്റെ യുവ നേതാക്കൾ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വങ്ങളിലുള്ള ഒരാളാണ് എം പി രാജേഷ്. അദ്ദേഹത്തിന്റെ എന്താ പറയാ ചാനൽ ചർച്ചകളിലാണെങ്കിലും അതുപോലെ തന്നെ പാർട്ടിയുടെ സൈദ്ധാന്തിക ക്ലാസുകളിലൊക്കെ ആണെങ്കിലും ഏറ്റവും ശ്രദ്ധേയനായ പാർലമെന്റ് അംഗം എന്ന നിലയിലും അതുപോലെ അദ്ദേഹം ഏർപ്പെട്ട എല്ലാ മേഖലകളിലും സ്വന്തം കഴിവും വ്യക്തിത്വവും അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു യുവ നേതാവാണ്. സ്വാഭാവികമായിട്ടും ശ്രീ എം വി ഗോവിന്ദന്റെ പിൻഗാമിയായിട്ട് എം പി രാജേഷ് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പാർട്ടിയുടെ പ്രതീക്ഷയ്ക്ക് ഉയരും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. അതിന് പകരം എം പി രാജേഷിന് പകരം സ്പീക്കർ സ്ഥാനത്തേക്ക് ഷംസീർ വരുന്നതും ഒരുപക്ഷെ പാർട്ടി വളരെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എം പി രാജേഷിന്റെ പിൻഗാമിയായിട്ട് ഷംസീർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ പലപ്പോഴും എം പി രാജേഷിന്റെ പോലെ അത്രത്തോളം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ അത് എത്രത്തോളം ആ ഷംസീർ ഒരു സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം ശോഭിക്കും എന്നെനിക്ക് മുഴുവൻ പറയാൻ കഴിയില്ല. പക്ഷെ രാജേഷ് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നല്ലൊരു സെലക്ഷൻ തന്നെയാണ്. ഇപ്പൊ പാർട്ടിക്ക് കണ്ടെത്താവുന്ന ശ്രീ എം വി ഗോവിന്ദന്റെ പിൻഗാമിയായിട്ട് പാർട്ടിക്ക് കണ്ടെത്താവുന്ന ഏറ്റവും മികച്ച ഒരു സെലക്ഷൻ തന്നെയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെയുള്ള ആളുകൾ കുറെ കൂടി കാര്യങ്ങളെ വിശദമായി കാണാനും അതുപോലെ തന്നെ പാർട്ടിയുടെ സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങളെ ഉൾക്കൊണ്ട് കുറെ കൂടി ജനകീയമായിട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നല്ല മന്ത്രിയായി തീരാൻ ശ്രീ എം പി രാജേഷിന് കഴിയും. വ്യക്തിപരമായിട്ട് എന്റെ സുഹൃത്തു കൂടിയായതുകൊണ്ട് ഞാനത് ശ്രീ ജോർജ് പൊടിപ്പാറ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പേഴ്സണലി അറിയുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റെടുക്കുന്നത് ഏത് വകുപ്പായിരിക്കും ഇടപെടുന്നു? ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കാണാനായി കോവളം ലീല റാവിസിലേക്ക് വരുന്ന ദൃശ്യത്തിന്റെ തത്സമയ സംപ്രേഷണം കൂടിയാണ് നടക്കുന്നത്. ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ MK സ്റ്റാലിനെ കാണാനാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ. കൂടിക്കാഴ്ച അല്പസമയത്തിനുള്ളിൽ നടക്കുമെന്നാണ് അറിയുന്നത്. AN ഷംസീർ സ്പീക്കർ സ്ഥാനത്തേക്കും ഒപ്പം എം പി രാജേഷ് മന്ത്രി പദവിയിലേക്കും എത്തിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ ഇന്ന് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. AKG സെന്ററിൽ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടറി യോഗ തീരുമാനം വന്നിരിക്കുമ്പോൾ എം പി രാജേഷ് പിണറായി മന്ത്രിസഭയിലേക്ക് പുതിയ മന്ത്രിയായി വരുന്നു. രാജേഷിനു പകരം സ്പീക്കർ സ്ഥാനത്തേക്ക് തലശ്ശേരി MLA AN ഷംസീറും എത്തുന്നു. വീണ്ടും BV അരുണിലേക്ക്. അരുൺ, വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ചില വകുപ്പുകൾ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പുനഃസംഘടനയിലേക്ക് കടന്നേക്കുമെന്നുള്ള ചില സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. മന്ത്രിമാരുടെ ശൈലിയിൽ ചില വകുപ്പുകളുടെ പ്രവർത്തന ശൈലിയിലെല്ലാം മാറ്റം വരണമെന്നുള്ള വിമർശനം പാർട്ടിക്ക് പുറത്തുനിന്നും അകത്തുനിന്നുമെല്ലാം ഉയർന്ന വാർത്തകളും
പറഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയുള്ള വകുപ്പുകളുടെ തീരുമാനം, എം ബി രാജേഷിന്റെ അടക്കമുള്ള വകുപ്പുകൾ തീരുമാനിക്കുന്നതിലും ഒരുപക്ഷെ അത്തരം ചില തീരുമാനങ്ങളുടെ പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടാകും? പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി, രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളും, അതായത് എം വി ഗോവിന്ദൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ അതേപടി എം ബി രാജേഷ് നൽകുകയാണ്. തദ്ദേശ എക്സൈസ് വകുപ്പുകൾ എം ബി രാജേഷിന് നൽകാനാണ് CPM സംസ്ഥാന സെക്രട്ടറി തീരുമാനമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം. ഈ രീതിയിൽ വകുപ്പുകൾ, വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ എം ബി രാജേഷ് നൽകുന്നു. അതിലപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വകുപ്പുകളുടെ ഒരു പുനഃക്രമീകരണം ആവശ്യമില്ല. രണ്ട് എം വി ഗോവിന്ദൻ രാജിവെച്ച ഒഴിവിൽ അതേ വകുപ്പുകളിലെ മന്ത്രിയായി തന്നെ എം ബി രാജേഷ് പിണറായി മന്ത്രിസഭയിലേക്ക് വരികയാണ്. ഏറ്റവും പുതിയ വാർത്ത ഈ മിനിറ്റിൽ വരുന്നത്, വകുപ്പുകളിൽ വ്യത്യാസമുണ്ടാകുന്നില്ല. എം വി ഗോവിന്ദൻ കൈകാര്യം ചെയ്തിരുന്ന തദ്ദേശം എക്സൈസ് വകുപ്പുകൾ തന്നെ എം ബി രാജേഷിലേക്കും എത്തുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ വകുപ്പുകളിൽ ഒരു പുനഃക്രമീകരണം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അരുൺ, നമുക്കറിയാം നേരത്തെ ഉള്ളതുപോലെ മറ്റ് ചില പേരുകളെല്ലാം പരാമർശിക്കപ്പെട്ടിരുന്നതാണ്. ഒരു പക്ഷേ വിപുലമായ ഒരു അഴിച്ചുപണിയിലേക്ക് പോയേക്കും, ചില വിവാദ സാഹചര്യങ്ങളും പരാമർശങ്ങളും എന്നുള്ള ചില വാർത്തകളും എല്ലാം ഉണ്ടായിരുന്നതാണ്. അത്തരം ഒരു ഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അഴിച്ചുപണിയിലേക്ക് പോകുന്നത് CPMന്റെ ഒരു ശൈലിയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു കുറ്റസമ്മതം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കും എന്നുള്ള ഒരു വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടുകൂടിയാണോ ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം വന്നിരിക്കുന്നത്? 5 ദിവസം നീണ്ടുനിന്ന CPMന്റെ സംസ്ഥാന സമിതി സെക്രട്ടറി യോഗങ്ങളിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപവും ആരോപണവും മന്ത്രിമാരുടെ പ്രവർത്തനം പോരാ എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി പറഞ്ഞു, അത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ് സംസാരിക്കുമ്പോൾ പ്രധാനമായും സൂചിപ്പിച്ചത് തൻ്റെ ആദ്യ മന്ത്രിസഭ ട്രാക്കിലേക്ക് എത്തിയത് 2ാം വർഷത്തിലാണ്. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ പല മന്ത്രിമാർക്കെതിരെയും വലിയ പരാതികളുണ്ടായിരുന്നു. പിന്നീട് അവരൊക്കെ വളരെ മെച്ചപ്പെട്ട മന്ത്രിമാർ, മികച്ച മന്ത്രിമാർ എന്ന് പേരെടുക്കുകയും ചെയ്തു. അത്തരമൊരു സമയം ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കും നൽകണമെന്ന ഒരു അഭിപ്രായം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു സമയം മന്ത്രിമാർക്ക് നൽകാൻ CPM തീരുമാനിച്ചത്. വകുപ്പുകളുടെ കാര്യത്തിൽ ഉൾപ്പെടെ അത്തരമൊരു പുനഃക്രമീകരണത്തിലേക്ക് ഇപ്പോൾ കടക്കാത്തതിന് കാരണവും അതുതന്നെയാകാം. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 2 വകുപ്പുകളും എം ബി രാജേഷിന് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരം സൂചനകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ എം ബി രാജേഷിന് ലഭിക്കും. മുതിർന്ന മന്ത്രിമാർ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുതിർന്ന മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ്. അത് എം ബി രാജേഷ് തന്നെ നൽകാനുള്ള തീരുമാനമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപർണ. റൈറ്റ്, വി അരുൺ വിവരങ്ങൾ നൽകുമ്പോൾ ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ A സജീവൻ നമുക്ക് പറ്റുന്നു. ശ്രീ A സജീവൻ, എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ ഒഴിവിലേക്ക് എം ബി രാജേഷ്, സ്പീക്കർ എം ബി രാജേഷ് മന്ത്രിയാകുന്നു. അദ്ദേഹത്തിന് അതേ വകുപ്പുകൾ തന്നെ നൽകുന്നു. ഒപ്പം AN ഷംസീർ സ്പീക്കർ സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്നു. മന്ത്രിസഭ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്, എങ്ങനെ കാണുന്നു? രാജേഷിന് മന്ത്രിസ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. കാരണം അദ്ദേഹം പ്രായം കൂടുതലുള്ള ആളല്ല, സീനിയർ ആയിട്ടുള്ള നേതാവല്ല എങ്കിൽ പോലും വളരെ പക്വതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, അദ്ദേഹം പാർലമെന്റിലൊക്കെ തെളിയിച്ച ആളാണ്. അങ്ങനെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഗോവിന്ദൻ മാഷ് കൈകാര്യം ചെയ്ത വകുപ്പ് തന്നെ കിട്ടുമ്പോൾ ആ വകുപ്പ് കൃത്യമായി നടപ്പാക്കാൻ, അതിലുള്ള ഓരോ കാര്യങ്ങളും പക്വതയോട് കൂടിയിട്ട് അവധാനതയോട് കൂടിയിട്ട് നടപ്പാക്കാൻ രാജേഷിന് കഴിയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജേഷ് മാറുമ്പോൾ എം ഷംസീറിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് വരുമ്പോഴും അതൊരു പ്രത്യേകത കൂടിയുള്ളത്, കോടിയേരിയുമായി വളരെ അടുത്ത ബന്ധമുള്ള യുവ നേതാവാണ് ഷംസീർ. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുള്ള അഭിപ്രായം പലപ്പോഴും ഉണ്ടായിരുന്നു. ഈ മുസ്ലിം MLA എന്നുള്ള നിലയ്ക്ക് റിയാസിനേക്കാൾ കൂടുതൽ സീനിയോറിറ്റി ഉള്ള 2 തവണ MLA ആയിട്ടുള്ള ആളാണ് ഷംസീർ. അതുകൊണ്ട് അദ്ദേഹത്തിനെ പരിഗണിക്കണം എന്നുള്ള നേരത്തെ തന്നെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അതിപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ആ ഒരു പരാതിയോ പരിഭവമോ ഒക്കെ ഒഴിവാക്കി കിട്ടും. കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ ഒരു മന്ത്രി കൂടി ഉണ്ടാവുമെന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. റൈറ്റ്, സജീവൻ നന്ദി പ്രതികരിച്ചതിന്. ശ്രീ ജോർജ് പൊടിപ്പാറയും നമുക്കൊപ്പം. ശ്രീ ജോർജ് പൊടിപ്പാറ, അപ്പോഴും വിവാദ
ങ്ങളിൽപ്പെട്ട ചില പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്ന ചില വകുപ്പുകൾ, ചില മന്ത്രിമാരുടെ പ്രവർത്തന ശൈലികൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, ഘടകകക്ഷികളുടെ ഭാഗത്ത് പോലും ഉയർന്ന ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത്തരം ചില മാറ്റങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഒരുപക്ഷെ അത് പാർട്ടി നടത്തുന്ന അല്ലെങ്കിൽ സർക്കാർ നടത്തുന്ന ഒരു കുറ്റസമ്മതം എന്ന രീതിയിലുള്ള വ്യാഖ്യാനം വന്നേക്കാം. പല രീതിയിലുള്ള വിലയിരുത്തലുകളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു അഴിച്ചുപണിയിലേക്ക് ഏതായാലും CPM കടക്കുന്നില്ല. ഈ രണ്ട് സുപ്രധാന മാറ്റങ്ങൾ മാത്രമാണ് ഇപ്പോൾ തൽക്കാലം പുറത്തു വരുന്ന വിവരം. അതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു അഴിച്ചുപണി താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ വലിയൊരു അഴിച്ചുപണി മന്ത്രിസഭയിൽ ഉണ്ടായാൽ അത് മറ്റ് പല വ്യാഖ്യാനങ്ങളിലേക്ക് നയിക്കും. മന്ത്രിമാർക്ക് കഴിവില്ലാത്തതുകൊണ്ട് കഴിവില്ലാത്ത മന്ത്രിമാരെ മാറ്റി പുതിയ ആളുകളെ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതുവരെയുള്ള ഈ ഒരു വർഷക്കാലം മന്ത്രിസഭ മോശമായ രീതിയിലാണ്, കഴിവുകെട്ട മന്ത്രിമാരെ ഉപയോഗിച്ചാണ് ഭരിച്ചത് എന്ന് ഒരു കുറ്റസമ്മതമായിട്ട് വേണമെങ്കിൽ വിമർശകർക്ക് അങ്ങനെ ഒരു ന്യായം മുന്നോട്ട് വെക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ അടിക്കാനുള്ളൊരു വടി, രണ്ടാം പിണറായി മന്ത്രിസഭയെ അടിക്കാനുള്ള വടി പാർട്ടി തന്നെ സൃഷ്ടിക്കുന്ന ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ പാർട്ടി സ്വാഭാവികമായിട്ട് ശ്രമിച്ചു എന്നേ കരുതുള്ളൂ. മാത്രമല്ല, മന്ത്രിമാരുടെ കഴിവ് അളക്കാൻ മാത്രമുള്ള ഒരു പീരീഡ് ഇത് 1 വർഷം കഴിയുന്നേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കുറഞ്ഞ കാലയളവ് കൊണ്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഭരണം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിലുള്ള ഒരു പ്രക്രിയയല്ല. നടപടിക്രമങ്ങളുടെയും അതുപോലെ തന്നെ ചിട്ടവട്ടങ്ങളുടെയും എല്ലാം കുറെ സങ്കീർണതകളുണ്ട്. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം തീരുമാനമെടുത്ത് ഈ ഉദ്യോഗസ്ഥരുടെ സഹായം ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മന്ത്രിമാർ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ന്യായമായ ഒരു സമയം വേണ്ടതുണ്ട്. അങ്ങനെ ഒരു സമയം എത്തുന്നതിന് മുമ്പ് ഒരു മന്ത്രിയുടെ കഴിവ് അടക്കുന്നത് സാധാരണഗതിയിൽ അത്രമേൽ ഉചിതമാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. പാർട്ടി തന്നെ അങ്ങനെ തീരുമാനമെടുത്ത് കുറെ ആളുകളെ അല്ലെങ്കിൽ ചില മന്ത്രിമാര് കഴിവുകെട്ടവരാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതൊരു അനീതിയാണ് എന്നുകൂടി വേണമെങ്കിൽ അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കാം. അപ്പൊ അതുകൊണ്ടുകൂടിയാകാം ആരോപണങ്ങളും വിമർശനങ്ങളും ഒഴിവാക്കുക, കുറച്ചുകൂടി സാവകാശം കൊടുത്ത് അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കുക. അപ്പൊ കുറച്ചുകൂടി മാനുഷികമായ അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഒരു ഒരു ന്യായം അല്ലെങ്കിൽ അതിനകത്ത് ഒരു ന്യായീകരണം മുന്നോട്ട് വെക്കാൻ പാർട്ടിക്കും കഴിയും. മാത്രമല്ല, ഈ പല മന്ത്രിമാരും അങ്ങനെ അതിനാൽ തന്നെ ഇപ്പൊ ആരോഗ്യമന്ത്രിയെ കുറിച്ച് കുറെ വിമർശനങ്ങളുണ്ട്, മറ്റു പലരെ കുറിച്ചും അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അവരൊന്നും അവരുടെ ട്രാക്ക് റെക്കോർഡ് ഇന്നുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് അത്ര മോശമാണെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു അനുഭവ സമ്പത്തിന്റെ കുറവായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിലേക്ക് നയിച്ചത്. കാര്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ നന്നായി, കൂടുതൽ കാര്യക്ഷമമായി, വളരെ ഫലപ്രദമായിട്ട് അവരുടെ പദവി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിനുള്ള ഒരു സാവകാശം കൊടുക്കുന്നത് സ്വാഗതാർഹം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതായിരിക്കാം പാർട്ടി ഉദ്ദേശിക്കുന്നത്. വളരെ നന്ദി. ശ്രീ ജോർജ് പൊടിപ്പാറ കൂടിയാണ് പ്രതികരിച്ചത്. വാർത്തയിലേക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. സ്പീക്കർ എന്ന നിലയിൽ വിലപ്പെട്ട അനുഭവമാണ് ലഭിച്ചതെന്നും കഴിവിന്റെ പരമാവധി മികച്ച പ്രവർത്തനം നടത്തിയെന്നാണ് പ്രതീക്ഷയെന്നും നിയുക്ത മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. മന്ത്രി എന്ന നിലയിലും അത് തുടരുമെന്നും എം പി രാജേഷ് പാലക്കാട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചു. അപ്പോൾ വേറൊരു ചുമതല നിശ്ചയിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് ഇതുപോലെ നിശ്ചയിച്ചിട്ടുള്ള ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ചുമതലകളും കഴിവിൻ്റെ പരമാവധി നിറവേറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ചുമതലയും നിറവേറ്റാൻ പരിശ്രമിക്കും. പ്രത്യേകിച്ച് വളരെ വലിയ പാരമ്പര്യമുള്ള ചരിത്രമുള്ള കേരള നിയമസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആ പാരമ്പര്യത്തോട് നീതി പുലർത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഷംസീറും താങ്കൾ ഉപദേശിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതേ ഷംസീർ വീണ്ടും സ്പീക്കറാകുകയാണ്. അപ്പോൾ ഷംസീറിന് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? അല്ല, അദ്ദേഹത്തിന് ഇനി എന്നെ ഉപദേശിക്കാനുള്ള അവസരം കിട്ടുകയാണ്. വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, അപ്പോഴും മന്ത്രിസഭയിലേക്ക് എം പി രാജേഷ് വരുന്നു. നേരത്തെ കരുതിയ പോലെയുള്ള വലിയ രീതിയിലുള്ള ഒരു മന്ത്രിസഭ ഒരു പുനഃക്രമീകരണം ഉണ്ടാകുന്നില്ല. അപ്പോഴും സജി ചെറിയാൻ അടക്കമുള്ള അവരുടെ സ്ഥാനത്തേക്ക് ഒരു പുതിയ മന്ത്രി ഉടൻ ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ഒരു പക്ഷേ വരും സമയത്ത് വീണ്ടും വകുപ്പുകൾ ഒരു പുനഃക്രമീകരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല അല്ലേ? അപർണ, സജി ചെറിയാൻ രാജിവെച്ച ഒഴിവ് ഇപ്പോഴും തുടരുന്നു. അത് അവശേഷിക്കുന്നു. സജി ചെറിയാന് വേണ്ടി ആ മന്ത്രിസ്ഥാനം മാറ്റിയിടുന്നു CPM എന്ന് വേണം കരുതാൻ. ഏതായാലും ഇപ്പോൾ ഒരു മന്ത്രിസഭ ഒരു ചെറിയ മാറ്റം വരുത്തുമ്പോഴും അവിടെ സജി ചെറിയാന് പകരമാണ് CPM തീരുമാനിക്കാത്തത്. സജി ചെറിയാന് തിരിച്ചു വരാനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. ഏതായാലും 20-അംഗ മന്ത്രിസഭയാണ് ഇപ്പോൾ എം പി രാജേഷ് കൂടി വരുന്നതോടുകൂടി ഉണ്ടാകുക. അതായത് എം വി ഗോവിന്ദന് പകരം എം പി രാജേഷ് എത്തുമ്പോൾ വീണ്ടും 20-അംഗ മന്ത്രിസഭയാകും. ഒരു മന്ത്രിക്ക് കൂടിയുള്ള ഒഴിവ് അവിടെയുണ്ട്. ആ തീരുമാനം CPM വീണ്ടും കൈക്കൊണ്ടിരിക്കുന്നു. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എം വി ഗോവിന്ദൻ ഇന്ന് തന്നെ രാജിവെക്കും. അദ്ദേഹം അല്പസമയത്തിനകം മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറും. അതിനുശേഷം മുഖ്യമന്ത്രി അത് ഗവർണർക്ക് കൈമാറുകയും ചെയ്യും.
പകരം മന്ത്രി എന്ന് ചുമതലയെടുക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം 5-ാം തീയതി രാത്രിയോടുകൂടിയേ ഗവർണർ ഗവർണർ തിരിച്ചെത്തിയ ശേഷം മാത്രമേ സത്യപ്രതിജ്ഞ സാധ്യമാകൂ. 6-ാം തീയതി അദ്ദേഹം രാജ്ഭവനിൽ ഉണ്ടാകും. എങ്കിലും അപ്പോൾ ഓണം ദിവസങ്ങളാണ്. ഒരുപക്ഷെ ഓണത്തിന് ശേഷം മാത്രമാകും പുതിയ മന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാവുക. സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉണ്ടായ ധാരണയനുസരിച്ച് ഈ വകുപ്പുകളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകില്ല. വകുപ്പുകളുടെ ഒരു പുനഃക്രമീകരണം ഉണ്ടാകാൻ ഇടയില്ല. കാരണം MV ഗോവിന്ദന്റെ വകുപ്പുകൾ തന്നെ അതേപടി MB രാജ് നൽകാനാണ് CPM സംസ്ഥാന സെക്രട്ടറി ധാരണ എന്നറിയുന്നു. അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിച്ച് ഗവർണറെ അറിയിക്കേണ്ടത്. രാജ്ഭവനിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങേണ്ടത്. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് CPM സെക്രട്ടറി യോഗത്തിലുണ്ടായ ധാരണ പ്രകാരം വകുപ്പുകളുടെ കാര്യത്തിലും മാറ്റമുണ്ടാകില്ല. MV ഗോവിന്ദന്റെ വകുപ്പുകൾ എക്സൈസും തദ്ദേശവും MB രാജ് നൽകുന്നു. പാർലമെന്ററി രംഗത്ത് മികച്ച പരിചയമുള്ള പക്വതയുള്ള യുവ നേതാവ് എന്ന് തന്നെയാണ് MB രാജേഷിനെ ഈ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാനുള്ള പ്രധാന കാരണം. പിണറായി മന്ത്രിസഭ, 2ാം മന്ത്രിസഭ, ആദ്യ മന്ത്രിസഭയുടെ അത്ര പോരാ എന്ന വിമർശനം ഉയരുമ്പോൾ പ്രധാനമായും മന്ത്രിമാർ തങ്ങളുടെ പദവിക്കൊത്ത് ഉയരുന്നിരുന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നത്. അതിൽ തന്നെ നിയമസഭയിലും മറ്റും സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മന്ത്രിമാർക്ക് കഴിയാതെ പോകുന്നു. പലപ്പോഴും മന്ത്രിമാർ തങ്ങളുടെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് എല്ലാം മുഖ്യമന്ത്രിയിൽ ഏൽപ്പിക്കുന്നു. മുഖ്യമന്ത്രി എല്ലാത്തിനും തീരുമാനമെടുക്കട്ടെ, എല്ലാത്തിനും മുഖ്യമന്ത്രി മറുപടി പറയട്ടെ എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുപോരാ, മന്ത്രിമാർ കൃത്യമായി അവസരത്തിനൊത്ത് ഉയർന്നു പ്രവർത്തിക്കണമെന്ന അഭിപ്രായമാണ് CPM സംസ്ഥാന സമിതിയിലുണ്ടായത്. ഇപ്പോൾ നമുക്ക് നിയമസഭയിലടക്കം അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തും കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച വളരെ അപൂർവം മാത്രമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. മറ്റു പലപ്പോഴും സർക്കാരിനെതിരെ വലിയ ആരോപണം ഉയർന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മന്ത്രിമാർ തയ്യാറാകുന്നില്ല. പലപ്പോഴും അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ഉയർന്നു നിന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് സഭയ്ക്കകത്തും പുറത്തും മറുപടി പറഞ്ഞു പോകുന്നത് P രാജീവ് എന്ന നിയമ വ്യവസായ മന്ത്രി മാത്രമാണ്. മറ്റു മന്ത്രിമാർ ആ ഗണത്തിലേക്ക് ഉയർന്നു വരുന്നില്ല, ആ ശ്രേണിയിലേക്ക് ഉയർന്നു വരുന്നില്ല. അവിടെയാണ് MB രാജേഷിനെ പോലുള്ള പാർലമെന്ററി രംഗത്ത് നല്ല പരിചയമുള്ള പക്വതയായ ഒരു നേതാവിന്റെ പ്രസക്തി. അതാണ് CPM കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അരുൺ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ യോഗ തീരുമാനത്തിനുശേഷം MB രാജേഷ് നിയുക്ത മന്ത്രി P രാജീവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഔദ്യോഗിക തമിഴ്നാട് കേരള മുഖ്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ച തുടങ്ങി. കോവളം റാവിസ് ഹോട്ടലിലാണ് കൂടിക്കാഴ്ച. മുല്ലപ്പെരിയാർ, ശിരുവാണി വിഷയങ്ങൾ ഇരു മുഖ്യമന്ത്രിമാരുമായുള്ള ചർച്ചയിൽ വിഷയമായേക്കും. TG സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. സജിത്ത്, മുല്ലപ്പെരിയാർ അടക്കമുള്ള അന്തർ സംസ്ഥാന വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ തന്നെ, വിവരങ്ങളിലേക്ക്. അപർണ, വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്. കോവളം ലീല ഹോട്ടലിലാണ് കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സംസ്ഥാനവുമായി ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിലുള്ള ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സൌഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കലുകളുമൊക്കെ ആ തരത്തിലും ഉണ്ടാകും. അതിലൊന്ന് മുല്ലപ്പെരിയാർ വിഷയമാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടും കേരളവുമായി ദീർഘനാളുകളായി തർക്കം നിലനിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ അവിടെ ഡാമിന് സമീപത്തെ മരങ്ങൾ മുറിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തമിഴ്നാടിന്റെ ഹർജി കോടതിയുടെ പരിഗണനയിലുമാണ്. നേരത്തെ സംസ്ഥാനത്ത് ഏറ്റവും അധികം വിവാദമുണ്ടാക്കിയ ഒരു വിഷയം കൂടിയാണ്. ഈ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളും തങ്ങളുടെ നിലപാടുകൾ പങ്കുവയ്ക്കും. കേരളം ആവശ്യപ്പെടുന്നത് പുതിയ ഡാമെന്ന ആവശ്യമാണ്. ഈ വിഷയത്തോട് തമിഴ്നാടിന്റെ പ്രതികരണം ഏത് തരത്തിലുണ്ടാകും, ഒപ്പം MK സ്റ്റാലിൻ ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കും തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ശിരുവാണി അണക്കെട്ടിൽ നിന്നും കേരളം കൂടുതൽ വെള്ളം വിട്ടു നൽകാമെന്ന നിലപാട് നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന്റെ തുടർ നടപടികളുമൊക്കെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ വിഷയമാകുന്നുണ്ട്. ഒപ്പം തന്നെ ദേശീയ തലത്തിൽ BJPക്കെതിരായ ബദൽ നിലപാടെടുക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കേരളവും. സ്വാഭാവികമായും ഈ ചർച്ചയിൽ ഇതൊക്കെയും വിഷയമാവാൻ സാധ്യതയുണ്ട്. നാളെ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പൊതുവായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മീറ്റിംഗാണ് നാളെ നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. എന്തായാലും ഇരു സംസ്ഥാന മുഖ്യമന്ത്രിമാരും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അല്പസമയം മുമ്പാണ് കൂടിക്കാഴ്ച ആരംഭിച്ചത്. TG സജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും തമ്മിലുള്ള കൂടിക്കാഴ്ച തുടരുകയാണ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.